അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. അപ്പോൾ എല്ലാവരുടെയും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നുണ്ടാക്കുവാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കടലക്കറിയാണ്. ഇത് കണ്ടോ, ഞാനിവിടെ നല്ല വെള്ളക്കടല കുക്കറിലിട്ട് ഒരു 6 വിസിലടിപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നുണ്ടാക്കുന്ന കടലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാം കൂടി വറുത്ത് അത് മിക്സിയിലിട്ട് അരച്ച് ഉണ്ടാക്കുന്ന ഒരു മസാലയാണ്. നല്ല മസാലപ്പൊടികളെല്ലാം ചേർത്ത് അങ്ങനെയുള്ളൊരു കടലക്കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാനുണ്ടോ. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇത്രയും സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊന്നും താളിക്കാനുള്ള സവാളയാണത്. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും, നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും, അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ. തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് മുരിഞ്ഞു വരുന്നതിനുള്ളിൽ നമുക്ക് കടലയുടെ ചരിത്രം ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ കടല എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? കടല വളരെ പുരാതന കാലഘട്ടം മുതൽ തന്നെ ആളുകൾ, നമ്മുടെ മനുഷ്യർ അതിനെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് കടല. അതുണ്ടായിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. അതേപോലെ തന്നെ അത് ഏഷ്യയിലും യൂറോപ്പിലുമൊക്കെ പണ്ട് തുടങ്ങി കൃഷി ചെയ്തു വരുന്ന ഒന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കടല കൃഷി ചെയ്യുന്നത് ബംഗാളിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ബംഗാൾ ഗ്രാം എന്ന് കൂടി പേര് വന്നിരിക്കുന്നത്. ചിപ്പി അല്ലെങ്കിൽ വെള്ളക്കടല, ബ്രൗൺ കടല അല്ലെങ്കിൽ ബംഗാൾ ഗ്രാം, ഇതെല്ലാം തന്നെ കടല തന്നെയാണ്. ഇതുണ്ടായിരിക്കുന്നത് ഇന്ത്യയിൽ കൃഷി ചെയ്തിരിക്കുന്നത് ബംഗാളിലാണ്. അതുകൊണ്ടാണ് അതിന് ബംഗാൾ ഗ്രാം എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രുചിയായിട്ടുള്ള ഒരു വിഭവമാണ് കടല എന്ന് പറയുന്നത്. കറി വെച്ചും അതുപോലെ തന്നെ തോരനുണ്ടാക്കിയും അല്ലെങ്കിൽ വറുത്തും പൊടികൾ ഉണ്ടാക്കുവാനായിട്ടും, നമുക്ക് ബജിയെല്ലാം ഉണ്ടാക്കുവാനായിട്ടുള്ള കടലപ്പൊടി ഇതെല്ലാം ഉണ്ടാക്കുന്നതും ഈ കടലയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ കടലയുടെ ചരിത്രം ഇതാണ്. നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് നമുക്ക് കടലക്കറി ഉണ്ടാക്കുവാൻ ശ്രമിക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചിക്കൻ മസാല, അതൊരു 1.5 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് മീറ്റ് മസാല, ഒരു 1/2 സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഗരം മസാല, അതൊരു 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് നല്ലപോലെ മൊരിയിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം എല്ലാം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനെ. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആ മസാല. ഇതുണ്ടോ, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിന് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ ഈ മസാല മുഴുവനായിട്ട് തന്നെ ഈ കടല ഞാനിവിടെ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ, അപ്പോൾ ഞാൻ ആ മസാലയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് താളിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. താളിക്കുന്നതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സവാള, കറിവേപ്പില, പച്ചമുളക്, ഇത്രേ ഉള്ളൂ. സവാള, പച്ചമുളക്, കറിവേപ്പിലാണ് ഞാൻ താളിക്കാൻ എടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ കടുകും. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയും പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണിട്ടത്. എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ കടലക്കറിയൊക്കെ വളരെ പ്രസിദ്ധമാണ്. ചായക്കടയിലൊക്കെ കിട്ടുന്ന കടലക്കറി വളരെ പ്രസിദ്ധമാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വറുത്തരച്ചല്ല, നോർമലായിട്ട് മസാലകൾ ചേർത്താണ് നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്.
കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ ഇത് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂക്കട്ടെ. അതവിടെ ഇരുന്നു. അപ്പോൾ സവാളയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി താളിച്ച് നല്ലപോലെ മുരിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ മുരിച്ചിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിപ്പോൾ ഇത് ഈ സമയത്ത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കടലക്കറിയിലേക്ക്. ഇട്ട് നല്ലപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക. കടല വേവിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ശകലവും കൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഇത്രയും ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 സ്പൂൺ കൂടി. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മുടെ കടലക്കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പരമാവധി എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.